സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ പുത്തൂരിലുള്ള സുവോളജിക്കൽ പാർക്കിലാണ്. അപ്പോൾ അതായത് തൃശ്ശൂരിൽ നിന്നും ഏകദേശം ഒരു 12 കിലോമീറ്റർ സഞ്ചരിച്ചാൽ, മാന്നമംഗലം റൂട്ടിൽ സഞ്ചരിച്ചാൽ നമുക്ക് ഈ സുവോളജിക്കൽ പാർക്കിൽ എത്തിച്ചേരാം. കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ആധുനിക മൃഗശാലയും മൃഗസംരക്ഷണ കേന്ദ്രമായിട്ടാണ് ഈ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് അറിയപ്പെടുന്നത്. ഇതിപ്പോൾ ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോൾ അതിഗംഭീരമായിട്ടുള്ള സ്ഥലമാണ്. അത് 336 ഏക്കർ സ്ഥലത്താണ് ഈ സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അത്രയും വിശാലമായിട്ടുള്ള ഒരു പാർക്കാണ് നമ്മുടെ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ വന്യജീവികളെ സംരക്ഷിക്കുക, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ പ്രജനനം, പിന്നെ അതുപോലെ തന്നെ ഗവേഷണം, അതുപോലെ തന്നെ മൃഗങ്ങളെ കുറിച്ചുള്ള വിദ്യാഭ്യാസം, ഇതൊക്കെയാണ് ലക്ഷ്യമിട്ടിട്ടാണ് ഈ സുവോളജിക്കൽ പാർക്ക് അത് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പ്രകൃതി സൗഹൃദ രീതിയിലാണ്. മൃഗങ്ങൾക്ക് വിശാലമായിട്ടുള്ളൊരു ആവാസ വ്യവസ്ഥയായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇതിൻ്റെ രൂപകൽപ്പന എന്ന് പറഞ്ഞാൽ വളരെ ഗംഭീരമായിട്ടുണ്ട്. അത് നമ്മൾ പറഞ്ഞാൽ അറിയിക്കാൻ പറ്റാത്ത അത്രയും രീതിയിലുള്ള വളരെയധികം രൂപകൽപ്പനയാണ് ഇത് നൽകിയിട്ടുള്ളത്. പക്ഷേ ഇന്നത്തെ നിലയ്ക്ക് ഇതിപ്പോൾ ഞാൻ ചെന്ന് നോക്കുമ്പോൾ അവിടെ മൃഗങ്ങളൊക്കെ വളരെ കുറവാണ്. അതുപോലെ തന്നെ പാമ്പുകളില്ല, അതുപോലെ തന്നെ മ്യൂസിയം ഇല്ല. അങ്ങനെ ഒട്ടേറെ അപാകതകളുണ്ട്. അതൊക്കെ ഇപ്പോൾ ഏതാനും മാസങ്ങൾക്ക് ശേഷം ഇതൊക്കെ അവിടെ ഇപ്പോൾ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. മൃഗങ്ങളതിനൊക്കെ മാറ്റുണ്ട് എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ പാമ്പുകളതിനൊക്കെ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒന്നും സെറ്റ് ചെയ്തിട്ടില്ലെന്ന് മാത്രം. അപ്പോൾ അത് കൂടി പൂർണ്ണമാവുകയാണെങ്കിൽ ഈ സുവോളജിക്കൽ പാർക്ക് അതിഗംഭീരമായിട്ടുള്ളൊരു സ്ഥാനമായിട്ട് മാറുമെന്നാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. അതുപോലെ തന്നെ ഇത് നമ്മൾ നടന്ന് കണ്ടാൽ പിന്നെ തിരിച്ചു വരാൻ അവിടെ നിന്ന് തന്നെ ഈ പാർക്കിൽ ഇതിൻ്റെ അവസാനം ഭാഗത്തു നിന്ന് KSRTCയുടെ ബസ്സുണ്ട്. അത് നമ്മളതിനെ എൻട്രൻസ് വരെ തുറന്നാക്കി തരും. അവിടെ പ്രവേശന ഫീസ് ഇപ്പോൾ ഒരാൾക്ക് 75 രൂപയാണ്. പറ്റുന്നവരൊക്കെ ഈ മൃഗശാലയിൽ നിന്ന് സന്ദർശിച്ചോളൂ. നന്ദി, നമസ്കാരം.